പേരൻറ്റിങ്ങിൽ അപ്ഡേഷൻ ഇല്ലാത്തതുകൊണ്ടാണ് പേരൻറ്റിങ് പ്രോബ്ലം ഇന്നത്തെ കാലത്ത് ഇത്രയധികം കൂടിയിട്ടുള്ളത് എന്നാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സിനിമയിൽ കേട്ടതുപോലെ ഒരു പുതിയ കുട്ടി ജനിക്കുന്ന സമയത്ത് ഒരു പുതിയ പേരൻ്റ് കൂടിയാണ് ജനിക്കുന്നത്. ആരും എക്സ്പീരിയൻസോട് കൂടി ഒരു പേരൻ്റ് എന്നുള്ളൊരു പൊസിഷൻ കൈകാര്യം ചെയ്ത് തുടങ്ങുന്നില്ല. എല്ലാവർക്കും അവരുടെ പേരൻസിൽ നിന്നും എന്താണ് കിട്ടിയത്, അതേപോലെ പല സോഴ്സസിൽ നിന്ന് പേരൻറ്റിങ്ങിനെ കുറിച്ചുള്ള അവരുടെ പുതിയ അറിവുകൾ, ഈ കാര്യങ്ങളെല്ലാം കൂട്ടിച്ചേർത്താണ് അവർ പേരൻറ്റിങ് കൈകാര്യം ചെയ്ത് തുടങ്ങുന്നത്. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ മാറി വരുന്ന കാലത്തിനനുസരിച്ച് മാറി വരുന്ന കാലത്തെ കുട്ടികൾക്കനുസരിച്ച് പേരൻറ്റിങ് രീതികളും മാറണം. എങ്കിൽ മാത്രമേ അതാത് കാലത്തെ കുട്ടികളെ പേരൻസിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ പ്ലസ് വൺ പഠിക്കുന്ന സമയത്ത് എൻ്റെ പുസ്തകത്തിൽ കുറ്റിപ്പുറം പാലം എന്ന് പറഞ്ഞൊരു കവിത ഉണ്ടായിരുന്നു. ആ കവിത ശരിക്കും നദിയിൽ നിന്നും മണൽ വരുന്നതിനെക്കുറിച്ചും അതുമൂലം നദി വറ്റി പോകുന്നതിനെക്കുറിച്ചൊക്കെയാണ് ആ കവിത പറഞ്ഞു വയ്ക്കുന്നത്. അപ്പം അത് പഠിച്ച് പരീക്ഷ എഴുതുന്ന ഞങ്ങളോട് ചോദിക്കുന്ന ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കവിതയ്ക്ക് ഒരു ആസ്വാദനക്കുറിപ്പ് എഴുതുക, മണൽവാരൽ കാരണം നദികൾ നശിച്ചു പോകുന്നതിനെക്കുറിച്ച് ഒരു ഉപന്യാസം തയ്യാറാക്കുക, നദിയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള മുദ്രാവാക്യങ്ങൾ, പ്ലക്കാർഡുകൾ, കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുക. ഇതൊക്കെയാണ് അതിൻ്റെ അകത്ത് പറഞ്ഞു വയ്ക്കുന്നത്. ശരിക്കും ആ ഒരു കവിത പഠിക്കുന്ന കുട്ടിയുടെ മനസ്സിലാക്കി വെക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നദിയിൽ നിന്നും മണൽ വാരി മാറ്റുന്നത് എന്തോ വലിയ കുറ്റമാണ്, അത് മൂലം നദി നശിച്ചു പോകുന്നു എന്നുള്ള ഒരു ആശയമാണ് ആസ് എ സ്റ്റുഡൻറ്റ് ഞാൻ മനസ്സിലാക്കിയിരുന്നത്. പക്ഷേ 2018 നമുക്ക് പ്രളയം വന്ന സമയത്ത് അതിനുശേഷം ഏറ്റവും കൂടുതലായിട്ട് ഉയർന്ന ആവശ്യം നദികളിൽ നിന്നും മണൽ മാറ്റിയിട്ട് നദിക്ക് സ്വതന്ത്രമായിട്ട് ഒഴുകാനുള്ള വഴി നമ്മൾ ഒരുക്കി കൊടുത്തില്ല എങ്കിൽ വീണ്ടും പ്രളയം വരും. അപ്പോൾ അതെന്താണ്, പ്രകൃതിയിലുണ്ടായ മാറ്റത്തിനനുസരിച്ച് കാലത്തിനനുസരിച്ച് നമ്മുടെ മൈൻഡും മാറി, മാറ്റങ്ങൾ അക്സെപ്റ്റ് ചെയ്തു, മാറ്റങ്ങൾ മാറാൻ നമ്മൾ തയ്യാറായി. അതുപോലെ തന്നെയാണ് എല്ലാ കാര്യത്തിലും മാറ്റം ആവശ്യമാണ്, അതുപോലെ തന്നെ പേരൻറ്റിങ്ങിലും മാറ്റം ആവശ്യമാണ്. ഓരോ കാലത്തെ കുട്ടികൾക്കും അനുസരിച്ച് അതാത് കാലത്തെ പേരൻറ്റിങ്ങും മാറി വരണം. പഴയ രീതിയിലുള്ള ഒരു ചാക്കോമാഷ് ടൈപ്പ് പേരൻറ്റിങ്ങുമായിട്ട് നമ്മൾ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പുതിയ കുട്ടികൾ നമ്മുടെ കയ്യിൽ നിൽക്കില്ല.